നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രം നക്ഷത്രത്തെ കുറിച്ചാണ്. 2026 വർഷം മെയ് മാസം 14 തീയതി മുതൽ 31 തീയതി വരെ ഉത്രം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഭാരതീയ അസ്ട്രോളജി പ്രകാരമുള്ള ജ്യോതിഷ ഫലമാണ് പറയുന്നത്. ഈ ഫലത്തെക്കാൾ ഉപരി ഇവർക്ക് ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം കൂടുതൽ സമാധാനപരവും സന്തോഷകരവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഉത്രം നക്ഷത്രക്കാരുടെ കാര്യമെടുക്കുകയാണെങ്കിൽ പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തൊഴിൽ അന്വേഷകർക്കൊക്കെ ഇപ്പോൾ പറ്റിയൊരു സമയമാണ്. നിങ്ങളുടെ ഏത് തൊഴിലാണോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ചില സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അത് ഒന്ന് ചെയ്തു തീർക്കാനായിട്ട് പരസഹായമൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതിലുപരി ചില പണച്ചെലവുകളൊക്കെ അനുഭവപ്പെടുന്നതാണ്. നിങ്ങളുടെ ജീവിത ചെലവുകൾ ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. ആർഭാടങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. പണം കൂടുതൽ ചെലവാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള ചില ശൈലികളൊക്കെ മറ്റുള്ളവർക്ക് മാതൃകാപരമായിരുന്നു എന്നറിയുന്നതിൽ നിങ്ങൾക്ക് ആത്മാഭിമാനവും ആശ്വാസവും ഒക്കെ തോന്നുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഉദ്യോഗത്തിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഉപരിപഠനങ്ങൾക്കൊക്കെ ഈ ഉദ്യോഗത്തോടൊപ്പം നിങ്ങൾ ചേരുന്നതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് പറ്റിയൊരു സമയം കൂടിയാണിത്. അപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട്. അതൊന്നും ആവശ്യമില്ല. അതൊക്കെ അബദ്ധങ്ങൾക്ക് ചെന്ന് വഴിയൊരുക്കുന്നതാണ്. നിങ്ങൾ ഇടപെടുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഈ സമയത്ത് ചില നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിങ്ങൾക്ക് അഹോരാത്രമൊക്കെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. എങ്കിലും വിജയം നിങ്ങൾക്കൊപ്പമാണ്. ചില കഠിനാധ്വാനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു സമയമാണ്. മേലധികാരികളുടെയൊക്കെ ചില ആജ്ഞകളൊക്കെ നിങ്ങളുടെ മനസ്സില്ലാതെ തന്നെ അനുസരിക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ തൊഴിൽ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അവരുടെ മേലധികാരികളുടെ നിർബന്ധത്തിൽ മുഖാന്തരം നിങ്ങൾ ചില നടപടികളൊക്കെ എടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ മനസ്സിന് തൃപ്തമാണെങ്കിൽ മാത്രം എടുക്കുക. ഇല്ല എങ്കിൽ നമ്മൾക്ക് തൃപ്തിയല്ലാത്തത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് ഗുണത്തിനായിട്ട് മാറുന്നതാണ്. നിങ്ങൾ ചില ആളുകളെ ചില സത്യാവസ്ഥകളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് ചില മിഥ്യാധാരണകളൊക്കെ നിങ്ങളെക്കുറിച്ചുള്ളത് മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചില വിമർശനങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് നടത്തുന്നത് കൊണ്ട് തന്നെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇത് നിങ്ങൾക്ക് സഹായമായിട്ട് തീരുന്നതാണ്. ബന്ധപ്പെട്ടവരുടെയൊക്കെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നിങ്ങൾ നൽകേണ്ടതുണ്ട്. നിങ്ങൾ തൊഴിലിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകി അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മള് ചില സംശയങ്ങൾക്ക് നടുവിൽ നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കുറെ ആളുകൾ കൂടി ചെയ്യുവാനൊക്കെ തീരുമാനിക്കുന്ന സംരംഭങ്ങളിലൊക്കെ നിങ്ങളായിരിക്കും നേതാവ്. അതിൽ നിങ്ങൾക്ക് അഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്നതാണ്. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ലാഭത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ്. ആജ്ഞാനുവർത്തികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ ആത്മവിശ്വാസമൊക്കെ തോന്നുന്നതാണ്. ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നതുമാണ്. നിങ്ങളുടെ ചില പ്രായോഗികമായിട്ടുള്ള വിജ്ഞാനങ്ങളൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അത് നിങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്കും വിജയത്തിനും വഴിയൊരുക്കുന്നതാണ്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതകളുണ്ട് മെയ് 25 ശേഷം. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവർ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. പ്രണയകാര്യങ്ങളിലൊക്കെ ഒരു സഫലീകരണം ഉണ്ടാകുന്ന സമയമാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള സുതാര്യമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഈ മെയ് 25 ശേഷം നിശ്ചയിച്ചുറച്ച ചില കാര്യങ്ങൾക്കൊക്കെ വ്യതിചലനം വന്നു ചേരുന്നതാണ്. അത് മുന്നോട്ട് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. യുക്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 1-2 പേരോടുകൂടി അഭിപ്രായം ചോദിക്കുന്നത്, അതായത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളോട് അഭിപ്രായം ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മെയ് 25 ശേഷം ചില രോഗപീഠകൾ, ചെറിയ ചെറിയ രോഗപീഠകളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ശാരീരികമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉത്രം നക്ഷത്രക്കാരുടെ മെയ് 14 മുതൽ 31 വരെയുള്ള ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് മേന്മയാണ്. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും ചില
അലച്ചിലുകളൊക്കെ നിങ്ങളെ വന്ന് ഭവിക്കുന്നുണ്ട്. അതായത് ചെറിയൊരു കാര്യം ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് അധികം സമയം വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പ്രാർത്ഥന കൊണ്ടൊക്കെ കുറച്ച് മാറ്റാവുന്നതാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് ഉത്തരം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഉത്തരം നക്ഷത്രത്തിൽ പറഞ്ഞ ഏതൊരാൾക്കും വന്ന് ഭവിക്കുന്ന ഫലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.